ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്ക് പാറ്റേണിൽ വരുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ദാ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ ബോർഡേഴ്സൊക്കെ വരുന്ന സാരീസാണ്. ചെക്ക് പാറ്റേൺ എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഒരിക്കലും ആ ഒരു ഫാഷൻ പോവാത്ത സംഭവമാണ് ചെക്ക്, ലൈന്, ഡോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സാരി വരിക. നല്ല ഭംഗിയാണ് കാണാൻ. ഇതേപോലത്തെ ബോർഡേഴ്സും വരുന്നുണ്ട് കണ്ടോ. ഫുൾ ബോഡി ചെക്ക് പാറ്റേണിലാണ് വരുന്നത് കണ്ടോ. ഇതേപോലെ വരുന്നത് ഇതൊരു ചന്തേരി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഒരു ഭംഗിയുള്ള സാരിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ആഘോഷങ്ങളും വെഡ്ഡിങ്സും ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഫങ്ഷൻ വെയർ സാരീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നവരാത്രി വരുന്നു, ദീപാവലി വരുന്നു, പിന്നെന്താ കുറേ വെഡ്ഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ സാരീസൊന്നും വരണമെന്നില്ല. അപ്പോൾ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ആ ഒരു കണ്ടോ, ഒരു ഗോൾഡൻ ലൈൻ പാറ്റേണിലാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതിൽ കുഞ്ഞ് ഇതാ കണ്ടോ, ഒരു ഗ്ലിറ്ററിങ് വീവിങ് വരുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഒരു ഗ്ലിറ്ററിങ് വീവിങ് വരുന്നുണ്ട്. ഇതാ കണ്ടോ. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ്. ഇത് ഇളകിയൊന്നും പോകുന്നതല്ല കണ്ടോ. ഇതേപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. ഒരുപാട് സീ ത്രൂ ഒന്നുമില്ല കണ്ടോ. ഭയങ്കര സോഫ്റ്റാണ്. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത് കണ്ടോ. നല്ല ഒതുങ്ങി ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല ഭംഗിയിൽ കിടക്കുന്ന സാരിയാണ്. ഇങ്ങനെ വരും കേട്ടോ. ഉടുത്ത് വരുമ്പോഴായിരിക്കും ഇത് നല്ല ഭംഗിയാവുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസുമാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1930 ആണ് കേട്ടോ. 1930 സാരി ഇങ്ങനെയാണ് വരുന്നത്. വൺ ലെയറിൽ ഇടാനും ഞൊറിഞ്ഞുടുക്കാനും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിവർത്തി കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് വേഗം ഇതിൻ്റെ കളേഴ്സ് കണ്ടിട്ട് പോവാം. ഉടുക്കാനും നല്ല സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. റേറ്റ് വരുന്നത് 1930, 1930 കേട്ടോ. ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിനും സെയിം പ്രൈസാണ് കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്, അത് നോക്കാം. അടുത്തത് നമ്പർ 2 ആണ്. എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ബോർഡറും എല്ലാം സെയിമാണ്. ബ്ലൗസ് പീസ്, പല്ലു എല്ലാം സെയിമാണ്. കളേഴ്സ് മാത്രം ഡിഫറെൻ്റ് ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് പല്ലു വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ബോഡി ഫുൾ ഇങ്ങനത്തെ ചെക്ക് പാറ്റേൺ ആണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. വിത്ത് ബോർഡേഴ്സാണ്. അത് നല്ല ഭംഗിയുള്ളൊരു ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കുള്ള ബോർഡേഴ്സാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. നല്ലൊരു ഗ്രീൻ കളറാണ് കണ്ടോ. ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇങ്ങനെയാവും കേട്ടോ. നല്ല നമുക്ക് ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാം, അല്ലാതെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതേപോലെ തിന്നായിട്ടുള്ള ഒരു സീക്വൻസ് വീവിങ് വരുന്നുണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് സാരിക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ സാരി. റേറ്റ് വരുന്നത് 1930. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 3 ആണ്. നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. ഒരു പ്രത്യേക കളറാണ് കണ്ടോ. ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക കണ്ടോ. എല്ലാവർക്കും ഇത് ഉടുത്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിലത്തെ ഏത് ഷെയ്ഡാണെങ്കിലും സൂപ്പറായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. നല്ല കളേഴ്സാണ്. നല്ലൊരു പാറ്റേണുമാണ് സാരിയുടെ. ഫുൾ ചെക്കാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1930, 1930 കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 4 ആണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ. ബോഡി ഫുൾ സ്മോൾ സെറി ചെക്സ് ആണ് വന്നിട്ടുള്ളത്. ബോർഡേഴ്സിലും നല്ലൊരു സെറി ബോർഡറാണ്.
ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ്. കണ്ടോ, ഇതേപോലെ വരും. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ഇതാ കണ്ടോ, ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വേഗം തന്നെ ഏത് കളറാണെന്ന് പെട്ടെന്ന് ഫിക്സ് ചെയ്തോളൂ. റേറ്റ് സെയിം ആണ്, 1930, 1930 കേട്ടോ. അടുത്തത് നമ്പർ 5 ആണ് കേട്ടോ. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. കളറ് പറയാൻ പറഞ്ഞ ഒരു ഉലുവയുടെ ഒക്കെ ഒരു കളറില്ലേ, ആ ഒരു കളറ് ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കളറാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ഭംഗിയാണ്. പല്ലു വരുന്നത് ഇതേപോലെയാണ്. ബ്ലൗസ് വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെ ഇങ്ങനെ കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. റേറ്റ് വരുന്നത് 1930 കേട്ടോ. 1930. നല്ല കളേഴ്സാണ് കേട്ടോ. ഒരു റെയർ കളറാണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 6 ആണ്. നല്ലൊരു ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സാണ് വരുന്നത്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഇങ്ങനത്തെ കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. സെയിം കളർ തന്നെയാണ്. നിങ്ങൾക്കിതിപ്പോൾ സെൽഫ് കളറിൽ വരുന്ന സാരി ആയതുകൊണ്ട് കോൺട്രാസ്റ്റ് ഡിസൈനർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് സെയിം ആണ്, 1930. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു ബർഗണ്ടി ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് എന്നും പറയാം കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. ആ ഒരു ബോർഡേഴ്സും കൂടെ വരുമ്പോഴാണ് ഈ സാരിയുടെ ഒരു ഭംഗി കേട്ടോ. പിന്നെ ബോഡി ഫുൾ കുഞ്ഞു കുഞ്ഞ് സറി ചെക്സ് ആണ്. അതിന് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ തോന്നും ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡാണെന്ന് കേട്ടോ. കണ്ടോ, അങ്ങനത്തെ ഒരു കളറാണേ. ഒരു ബർഗണ്ടി ഗ്രേപ്പ് അങ്ങനത്തെ ഒരു കളറാണ്. ഇങ്ങനെ വരും സാരി. റേറ്റ് വരുന്നത് 1930, 1930. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 8 ആണ്. നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒരു പ്രത്യേക കളറാണ് കേട്ടോ, പീച്ച്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. മള്ളയറിലായിട്ട് ഇടാനും ഞൊറിഞ്ഞിടാനും ലേസി പ്ലീറ്റ്സ് ഇടാനും ഒക്കെ നല്ലതാണ്. നമുക്കിഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്, 1930. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 9 ആണ്. ഇത് ഡാർക്ക് ബ്ലൂ ആണ്, നേവി ബ്ലൂ ആണ് കേട്ടോ. അതിലാണ് സറി ചെക്സ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ് വിത്ത് ഇതേപോലത്തെ ബോർഡേഴ്സാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പല്ലു വരുന്നത് ദാ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു വീവിങ് പാറ്റേണിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മാത്രം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അത് എന്താണെന്നറിയില്ല. ഇനി ഈ ബ്ലൂവിൻ്റെ തന്നെ വേറെ സാരീസ് ഇനിയും ഇതിൻ്റെ മൾട്ടിപ്പിൾ പീസസ് ഇരിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇതും ഈ ബ്ലൗസ് ആയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കോൺട്രാസ്റ്റ് നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഈ ഒരു സാരിയിൽ മാത്രം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഈ സെയിം സാരിയുടെ മൾട്ടിപ്പിൾ പീസസിൽ എങ്ങനെയാണ് ബ്ലൗസ് വന്നിരിക്കണേന്ന് അറിയില്ല. ചിലപ്പോൾ അതിൽ ഇതേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സാരിയിൽ കണ്ട പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് നമ്പർ 10 ആണ്. ഇതും ഒരു പ്രത്യേക കളറാണ് കേട്ടോ. ഒരു റെഡ് അല്ല, പിങ്കും അല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു കളറാണ് കേട്ടോ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സാണ്. കണ്ടോ, ഇതേപോലെയാണ്. ബോഡി ഫുൾ ഇങ്ങനത്തെ സറി ചെക്സ് ആണ് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്.
ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് ഈ സാരി വന്നിട്ടുള്ളത്. റേറ്റ് എല്ലാത്തിൻ്റെയും വരുന്നത് 1930 ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരീസാണ്, ഉടുക്കാനും കംഫർട്ടബിളാണ്, നല്ല ഭംഗിയിൽ കിടക്കും ചെയ്യുന്ന സാരീസാണ്, നമുക്ക് ചൂടൊന്നും എടുക്കില്ല. ഒരു ചന്തേരി കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും, അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. Thank you.